പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, സഭാവത്സരത്തിലെ ഏറ്റവും അനുഗ്രഹപൂർണമായ വലിയ നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്താണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രാർത്ഥന, ധ്യാനം, ഉപവാസം, വർജന, പരിത്യാഗം, പുണ്യപ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ മുതലായവ അടങ്ങുന്ന തപസ്സിൻ്റെ ജീവിതമാണ് നോമ്പ്. പുണ്യങ്ങൾ പൂക്കുന്ന വലിയ നോമ്പ് കാലത്തിലേക്ക് വലിയ പ്രത്യാശയോടെ നമുക്ക് പ്രവേശിക്കാം. വലിയ നോമ്പിലെ ഒന്നാമത്തെ ഞായർ യേശു കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ സംഭവത്തെയാണ് നാം അനുസ്മരിക്കുന്നത്. നമ്മുടെ വിചിന്തനത്തിനായി ഈ ദിവസം തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗങ്ങളെല്ലാം എപ്രകാരം, എന്ത് ലക്ഷ്യത്തോടെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കണം, എങ്ങനെ നോമ്പ് നോക്കണം എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആദ്യമായി നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ചിന്താവിഷയമാക്കാം. അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ച് ഒരു തെറ്റും ചെയ്യാത്ത നീതിമാന്മാരെ പോലെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൈവജനത്തിൻ്റെ അവിശ്വസ്തതകൾ എടുത്തു കാട്ടുകയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. 58 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു: സ്വന്തം സുഖം തേടുകയും അപരനെ ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഉപവാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ലെന്ന് കർത്താവ് തുടർന്ന് എടുത്തു പറയുന്നു. അവിടുന്ന് ചോദിക്കുന്നു: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിടരും. തുടർന്ന് കർത്താവ് പറയുന്നു: നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. 58 അധ്യായം 9, 10 വാക്യങ്ങളിൽ. തുടർന്ന് 13, 14 വാക്യങ്ങളിൽ പറയുന്നു: സ്വന്തം വഴിയിലൂടെ നടക്കാതെയും സ്വന്തം താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും സാബത്ത് ആചരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് അവരെ സവാരി ചെയ്യിക്കുകയും ചെയ്യും. അനുതാപത്തോടെ തിന്മയുടെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നോമ്പനുഷ്ഠിക്കുന്നവർ പ്രാപിക്കുന്ന സൗഭാഗ്യമാണ് ഈ തിരുവചന ഭാഗം വ്യക്തമാക്കുന്നത്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയുന്നതനുസരിച്ച് സ്വന്തം വഴിയിലൂടെ നടക്കാതെയും സ്വന്തം താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും അനുതാപപൂർവം നോമ്പനുഷ്ഠിക്കുന്നവർ കർത്താവിൽ ആനന്ദം കണ്ടെത്തുക മാത്രമല്ല, യഥാർത്ഥ ഹൃദയസമാധാനം അനുഭവിക്കുകയും ചെയ്യും. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു: ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ. മണവാളൻ തൻ്റെ മണവറയും
മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ടു പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ദേവാലയ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ, അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുത്തരുതേ. നോമ്പുകാലം ഉപവാസത്തോടും വിലാപത്തോടും കണ്ണുനീരോടും കൂടെ സകലർക്കും വേണ്ടി കർത്താവിൻ്റെ കരുണയോട് അപേക്ഷിക്കേണ്ട കാലമാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള നമ്മുടെ നോമ്പും ഉപവാസവും വിലാപവും കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയും കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും നമ്മുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷ പിൻവലിക്കുന്നതിനും ഇടയാകും. കർത്താവ് മനസ്സ് തിരിഞ്ഞ് നമ്മുടെ മേൽ അയക്കാനിരിക്കുന്ന ശിക്ഷ പിൻവലിക്കുകയും ചെയ്യും. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ശിഷ്യർ എപ്രകാരം ജീവിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ. അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കണം. കാരണം ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യണം. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ ക്രിസ്തു ശിഷ്യർ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ അഭ്യസിക്കണം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. സർവോപരി ശ്ലീഹ പറയുന്നു, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കണം. ക്രിസ്തുവിൻ്റെ സമാധാനം അതുവഴി നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. ഈ സമാധാനത്തിലേക്കാണ് നാം ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നാം കൃതജ്ഞതാ നിർഭരരായിരിക്കണം. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ സമൃദ്ധമായി വസിക്കണം. വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിൽ ചെയ്യണം. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ സംഭവമാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഉള്ളടക്കം. മിശിഹായുടെ മണവാട്ടികളുടെ സമൂഹമായ സഭയിലൂടെയുള്ള മെസ്സയാനിക യുഗത്തിൻ്റെ അഥവാ ആത്മാഭിഷേകത്തിൻ്റെ നവയുഗ ആരംഭവും മെസ്സയാനിക വിരുന്നിൻ്റെ മുൻ ആസ്വാദനവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയാണ് വീഞ്ഞിൻ്റെ കുറവ് മനസ്സിലാക്കി സഹായത്തിനെത്തിയത്. ഇത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ തൻ്റെ പുത്രനോടൊത്ത് സഹകരിക്കുന്ന പരിശുദ്ധ അമ്മയെയും അമ്മയുടെ സഭാത്മക സ്വഭാവത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി എന്ന വിവരം യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജനത്തെ യേശുവിലേക്ക് തിരിക്കുകയും ചെയ്യുന്ന അമ്മയെയാണ് ഇവിടെ നാം കാണുന്നത്. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊരു ഉത്തമ മാതൃകയാണ്. അമ്മയെപ്പോലെ യേശുവിൻ്റെ ശ്രദ്ധയെ ദൈവജനത്തിൻ്റെ ആവശ്യങ്ങളിലേക്കും
ജനത്തിൻ്റെ ശ്രദ്ധയെ യേശുവിലേക്കും തിരിക്കാനുള്ള കടമ നമുക്കുണ്ടെന്ന് നാം ഓർക്കണം. യേശു അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ യേശു അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? വിശുദ്ധ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ സമയമാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പുത്രനെ രക്ഷാകരമായ ഇടപെടലിന് പ്രേരിപ്പിക്കുന്ന രണ്ടാം ഹൗവയും തൻ്റെ സന്തതിയിലൂടെ സർപ്പത്തിൻ്റെ തല തകർക്കുന്നതിനായി ദൈവത്താൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സ്ത്രീയുമാണ് മറിയം. ഉൽപ്പത്തി 3:15. നമ്മുടെ കുറവുകളെ അമ്മയുടെ നിറവാൽ നികത്തി യേശുവിലൂടെയുള്ള രക്ഷാകര പ്രവർത്തനങ്ങളിൽ നമ്മെയും പങ്കുകാരാക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള പങ്കും ഈ തിരുവചനം എടുത്തു കാട്ടുന്നു. ഇവിടെ പരിശുദ്ധ അമ്മയെ സഭാ സമൂഹത്തോട് ചേർത്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സന്നിഹിതമായിരുന്ന ആരാധനാ സമൂഹത്തിലാണ് അഥവാ സഭാ സമൂഹത്തിലാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ഈ അടയാളം നടക്കുന്നത്. അതായത് പരിശുദ്ധ അമ്മയോടൊപ്പം വിവാഹ വിരുന്നിനെത്തിയ സമൂഹത്തിലാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന സംഭവം പരിശുദ്ധ കുർബാനയെ പ്രതീകാത്മകമായി പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധരും നമുക്ക് മാതൃകയും സ്വർഗീയ മധ്യസ്ഥരുമായി സഭാ സമൂഹത്തിൻ്റെ മുൻനിരയിലുണ്ട്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും ആരാധനക്രമ പ്രാർത്ഥനകളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അവർ നമ്മുടെ കേവലം വ്യക്തിപരമായ ഭക്തിയുടെ ഭാഗമോ ഭൗതികമായ സഹായത്തിനുള്ള മാർഗങ്ങളോ അല്ല, ആരാധനാ സമൂഹത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവരാണ്. അതിനാൽ നമ്മെ പരിശുദ്ധ അമ്മയിൽ നിന്നും വിശുദ്ധരുടെ ഗണത്തിൽ നിന്നും സഭയാകുന്ന ഭൗമിക പറുദീസയിൽ നിന്നും വേർപെടുത്താനുള്ള പ്രയത്നങ്ങളെല്ലാം പറുദീസായിൽ നിന്ന് ആദിമാതാപിതാക്കളെ പുറത്താക്കിയ സർപ്പത്തിൻ്റെ അഥവാ സാത്താൻ്റെ വഞ്ചനാപരമായ പ്രവൃത്തി പോലെയാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ ചതിയിൽ അകപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അകപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു പരിചാരകരോട് ആവശ്യപ്പെട്ടതും ആ വെള്ളത്തെ അവിടുന്ന് നല്ല മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയതുമായ സംഭവം 5 പ്രധാന സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. 1. യഹൂദരുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽഭരണികളിലെ വെള്ളം യഹൂദരുടെ നിയമമായ തോറായെ സൂചിപ്പിക്കുന്നു. യഹൂദർക്ക് ലഭിച്ച വെളിപാട് പച്ചവെള്ളം പോലെയാണെങ്കിൽ യേശുവിലൂടെ ലഭിച്ച വെളിപാട് മേൽത്തരം വീഞ്ഞിന് സമാനമാണ് എന്നിത് വ്യക്തമാക്കുന്നു. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് മണവാളനെ വിളിച്ചു പറഞ്ഞ കലവറക്കാരൻ്റെ വാക്കുകൾ യേശുവിലൂടെയുള്ള വെളിപാടിൻ്റെ ശ്രേഷ്ഠതയെ ആണ് വ്യക്തമാക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തോടെ മെസയാനിക യുഗത്തിൻ്റെ അഥവാ ആത്മാഭിഷേകത്തിൻ്റെ നവയുഗം ആരംഭിച്ചു. അതിൻ്റെ യുഗാന്ത്യ പൂർത്തീകരണം യേശുവിൻ്റെ പുനരാഗമനത്തോടെ സംഭവിക്കും. 2. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വസിക്കുന്നവരെ വിശ്വാസത്തിൽ വളർത്താനും ഉറപ്പിക്കാനും വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2:11. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവമഹത്വം ദർശിച്ച് നാം വിശ്വാസത്തിൽ ഉറയ്ക്കുകയും അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുകയും ചെയ്യണമെന്ന് ഈ അടയാളം വ്യക്തമാക്കുന്നു. അങ്ങനെ മെസ്സയാനിക സമൂഹത്തിൻ്റെ ഒരുമിച്ച് കൂടലിന് വഴിയൊരുക്കണം. 3. വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയതും യഹൂദരുടെ ഒഴിഞ്ഞ കൽഭരണികളിൽ നിറച്ച വെള്ളത്തെ യേശു വീഞ്ഞാക്കി മാറ്റിയതും യഹൂദരുടെ തോറായിലൂടെയുള്ള ദൈവിക വെളിപാടിൻ്റെ അപര്യാപ്തതയെയും അതിന് പകരം യേശുവിലൂടെയുള്ള പൂർണ്ണ വെളിപാടിൻ്റെ അനിവാര്യതയെയും എടുത്തു കാട്ടുന്നു. 4. യേശുവിൽ വിശ്വസിക്കുന്നവരിൽ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് പോലുള്ള രൂപാന്തരീകരണം സംഭവിക്കും. യഹൂദരുടെ വെളിപാട്
പച്ചവെള്ളത്താൽ ബാഹ്യശുദ്ധി വരുത്തുന്നതിനെ ഉതകുകയുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ തിരുരക്തത്താലുള്ള ശുദ്ധീകരണം വഴിയായി ദൈവം നമ്മെ പരിപൂർണമായി ആന്തരിക പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു. 5. യഹൂദരുടെ തോറ വഴി ലഭിക്കുന്ന രക്ഷയുടെ അനുഭവം പച്ചവെള്ളം കുടിക്കുന്നതിന് തുല്യമാണെങ്കിൽ യേശുവിലൂടെ ദൈവം നൽകിയ രക്ഷാദാനം മേൽത്തരം പുതുവീഞ്ഞു കുടിക്കുന്നതിന് തുല്യമാണ്. യേശു ക്രിസ്തു വഴി നാം രക്ഷയുടെ പുതുയുഗത്തിലേക്ക്, അതായത് മെസ്സയാനിക യുഗത്തിലേക്കും നവജീവന്റെ സമൃദ്ധിയിലേക്കും പ്രവേശിച്ചിരിക്കുന്നു എന്നർത്ഥം. യേശു ക്രിസ്തുവിലൂടെ സംജാതമായ രക്ഷയുടെ നവയുഗത്തിലെ മെസ്സയാനിക വിരുന്നിൻ്റെ അനുഭവമാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ഈ അനുഭവത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. യേശു തൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകിയാണ് തൻ്റെ മണവാട്ടിയെ പരിപോഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതാരംഭത്തിലെ മെസ്സയാനിക യുഗത്തിൻ്റെ സമാരംഭത്തെക്കുറിച്ച് 2000-ഓളം വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ നാം ധ്യാനിക്കുമ്പോൾ മെസ്സയാനിക യുഗ പൂർത്തീകരണത്തിൻ്റെ ആത്മനിറവിലേക്കും ദൈവജനത്തിൻ്റെ ഒരുമിച്ച് ചേരലിലേക്കും വഴിയൊരുക്കാനുള്ള തിരുസഭയുടെയും സഭാമക്കളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാം ബോധ്യമുള്ളവരായിത്തീരണം. ഈ അനുഭവത്തിലേക്കും ഈ ബോധ്യങ്ങളിലേക്കും സർവശക്തൻ നമ്മെ കൈപിടിച്ച് നയിക്കട്ടെ. നോമ്പിൻ്റെ ആരംഭത്തിൽ ഈ സുവിശേഷ ഭാഗം നൽകിയതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ: 1. നോമ്പിലൂടെ വെള്ളം വീഞ്ഞായി മാറുന്നത് പോലൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. 2. നോമ്പുകാലത്ത് നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിലും പെസഹ രഹസ്യങ്ങളിലും ധ്യാനപൂർവം പങ്കുചേരുക വഴി വിശ്വാസത്തിൽ വളർന്ന് രൂപാന്തരീകരിക്കപ്പെട്ടവരായി ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നാം വളരണം. 3. അതുവഴി യേശുവിലൂടെയുള്ള ദൈവമഹത്വം ദർശിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തി അനേകരെ യേശുവിലേക്ക് ആകർഷിച്ചടുപ്പിക്കുകയും ചെയ്യണം. 4. 3-ാം ദിവസം കാനായിൽ നടന്ന വിവാഹ വിരുന്ന് യേശുവിൻ്റെ 3-ാം ദിവസത്തെ ഉയർപ്പിലൂടെയുള്ള ആനന്ദത്തിൻ്റെ മുന്നാസ്വാദനമാണ്. 50 നോമ്പിൻ്റെ അവസാനം നാം എത്തിച്ചേരുന്നത് ഈ ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിലേക്കാണല്ലോ. ഇതിൻ്റെ പൂർത്തീകരണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലാണ്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം 19:10. കാനായിലെ കല്യാണ വിരുന്നിലും കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലും യേശുക്രിസ്തുവാണ് മണവാളൻ, സഭയാണ് മണവാട്ടി. മണവാളൻ തൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന പുതുവീഞ്ഞിനാലാണ് മണവാട്ടിയെ പരിപോഷിപ്പിക്കുന്നത്. 5. തിരുസഭയിലൂടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും യുഗാന്തത്തിലെ ആത്മനിറവും ദൈവജനത്തിൻ്റെ ഒരുമിച്ച് ചേരലും മെസ്സയാനിക യുഗത്തിൻ്റെ പൂർത്തീകരണവും ലക്ഷ്യം വെച്ച് തീഷ്ണതയോടെ നാം ജീവിക്കണം. 6. പരിശുദ്ധ അമ്മയെപ്പോലെ യേശുവിൻ്റെ ശ്രദ്ധയെ ദൈവജനത്തിലേക്കും ജനത്തിൻ്റെ ശ്രദ്ധ യേശുവിലേക്കും തിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉടമകളാകണം നാം ഓരോരുത്തരും. ഈ വചനചിന്തകൾ നമ്മുടെ ഓർമ്മയിലും മനസ്സിലും ചിന്തയിലും ഉറപ്പിച്ച് പ്രാർത്ഥനാപൂർവം മനനം ചെയ്ത് മൗന ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് നമുക്കും സഭയ്ക്കും സമൂഹത്തിനും ഈ അനുഗ്രഹങ്ങൾ സംലഭ്യമാക്കുവാൻ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ധ്യാനപൂർവം തിരുസന്നിധിയിൽ വ്യാപരിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.